എന്ത് പേരാ വിളിക്കുക നിങ്ങൾ? നിങ്ങളുടെ ചെറിയ മനസ്സിനെ ഉണർത്താൻ പോലും ഭഗവാന് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് ഉണരുന്നെങ്കിൽ, ആ ഭഗവാനെ നിങ്ങൾ എന്ത് പേര് വിളിക്കും? വാസ്തവത്തിൽ ഭഗവാന് പേരുകളൊന്നുമില്ല. പിന്നെ ഓരോരുത്തരും ഓരോ പേരുകൾ ആരോപിച്ചിരിക്കുകയാണ്. എന്ത് പേരായാലും കുഴപ്പമില്ല. ഇനി നല്ല പേരായാലും കുഴപ്പമില്ല, ചീത്ത പേരായാലും കുഴപ്പമില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതൊന്ന് ശ്രീരുദ്രം എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ശിവക്ഷേത്രത്തിലൊക്കെ അഭിഷേകത്തിന് ചൊല്ലുന്നൊരു മന്ത്രമുണ്ട്. യജുർവേദത്തിൽ വരുന്നൊരു മന്ത്രമാണ് ശ്രീരുദ്രം. അതിൽ ഭഗവാനെ പേര് വിളിക്കുന്നതാണ്. ശുനകെന്ന് വിളിക്കും, തസ്കരെന്ന് വിളിക്കും എന്നുള്ള പേരുകളൊക്കെ കാണാം നിങ്ങൾക്ക്. ശുനകെന്ന് പറഞ്ഞാൽ ആർക്കാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നല്ല പരിചയമുണ്ട്. അതുപോലെ തസ്കരെന്ന് പറഞ്ഞാൽ കള്ളൻ. ഇതൊക്കെ ഭഗവാന്റെ പേരാണ്. അതുപോലെ ഗണപതിക്ക് വിളിക്കുന്ന പേരാണ്. ഗണപതി അഥർവശേഷത്തിൽ വരുന്നൊരു ഇതാണ് ഓം വ്രാതപതയെ. വ്രാതപതയെ എന്ന് പറഞ്ഞാൽ സംസ്കാരം ഇല്ലാത്തവനെ എന്ന്. നമ്മുടെ ദൈവങ്ങളുടെയൊക്കെ ഓരോ പേരുകൾ നോക്കുമ്പോണ്ടല്ലോ, വേദത്തിൽ എങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അത്ഭുതം വരും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നല്ലതും ചീത്തതുമായിട്ടുള്ള എല്ലാ ചിന്തകളും ഇവിടെ വരുന്നത് മനസ്സിലൂടെയാണെങ്കിൽ, ആ മനസ്സിന് മുമ്പിൽ ആരുണ്ട്? ഭഗവാന് ചീത്തയുമില്ല, ഭഗവാന് നല്ലതുമില്ല. ഉണ്ടോ? ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ ആകാശം നല്ലതും പാകിസ്ഥാനിലെ ആകാശം മോശമെന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഇല്ല. എവിടെ നോക്കിയാലും എല്ലാ ആകാശവും ഒരുപോലെയാണ്. അതുപോലെ ഭഗവാൻ എല്ലായിടത്തും ഒരുപോലെയാണ്, എല്ലാവർക്കും. ഇനി ഭഗവാൻ ചിലർക്ക് തടി കൂടിയവർക്ക് കൂടുതലും, കുറഞ്ഞവർക്ക് കുറവുന്നുണ്ടോ? സ്വാമി ആനയ്ക്കായിരിക്കുമല്ലോ കൂടുതൽ ഭഗവാൻ. അങ്ങനെയുണ്ടോ? ഇല്ല. ഭഗവാൻ തടിച്ചവർക്കും മെലിഞ്ഞവർക്കും ഒക്കെ. നോക്കൂ, നമ്മുടെ ആ മരണം എന്നൊക്കെയുള്ള കോൺസെപ്റ്റ്, നമ്മളൊരു മനുഷ്യൻ മരിച്ചാൽ നമുക്ക് വളരെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കൊതുക് മരിച്ചാലും അതിനും ഒരു ജീവന്റെ വേദന ഇല്ലേ? ഒരു ആനയ്ക്കും അതിൻ്റെ വേദന ഇല്ലേ? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മൾ പ്രകൃതിയിലേക്ക് മൊത്തം നോക്കൂ, അപ്പം നമുക്ക് ഫീൽ ചെയ്യും ഇതൊക്കെ. ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ജീവിയും മരിക്കുന്നത്. എല്ലാവരിലും ആ ജീവന്റെ വേദന എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉറപ്പിക്കണം, ഞാൻ വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, നിർത്തുന്നത് ഭഗവാനാണ്, എനിക്ക് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലാണ്. ഇനി ഇവിടുന്നൊക്കെ ഇറങ്ങി പോകുമ്പോണ്ടല്ലോ ഈ ധാരണ ഉറപ്പിക്കണം, എൻ്റെ കൂടെ ആരുണ്ട്? ഭഗവാൻ ഉണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല പറയേണ്ടത്, ഭഗവാനേ ഉള്ളൂ. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ കയറ്റി വയ്ക്കുന്നതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയ്ക്ക് മരുമകളും അമ്മായിയമ്മയും അതുപോലെ ഭാര്യയും ഭർത്താവും ഒക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയാണ്. അത് ഉണ്ടാക്കി വയ്ക്കാൻ നമ്മൾ സമ്മതിക്കരുത്. വളരെ ക്ലിയർ ആയിരിക്കണം. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് എൻ്റെ കൂടെ ഭഗവാൻ ഇല്ലേ, എന്നിട്ട് ഞാൻ എന്തിനാ അങ്ങനെ വിഷമം അനുഭവിക്കുന്നത്, പ്രയാസം അനുഭവിക്കുന്നത്, ഭഗവാൻ ഉണ്ടെങ്കിൽ എനിക്ക് വല്ല സങ്കടങ്ങളും ഉണ്ടാവുമോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് കാരണം നമ്മുടെ മനസ്സ് അപ്പോഴും ഉറപ്പിച്ചിട്ടില്ല എൻ്റെ കൂടെ ഭഗവാനുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ശരി, എല്ലാവരുടെ ഉള്ളിലും നമ്മളങ്ങനെ പറയുകയാണ്. ഇപ്പം വാസ്തവത്തിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. എല്ലാവരും ഇരിക്കുന്നത് ഭഗവാനിലാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ കൂടെയും ഭഗവാനുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ബോധ്യം വരണ്ടേ? എന്തുകൊണ്ടാണ് ബോധ്യം വരുന്നില്ല? അപ്പൊ പറയാണ്, ഭഗവാൻ മാത്രമല്ല നമ്മുടെ കൂടെ. അങ്ങനെ നിങ്ങൾ സൂചിക്കണ്ട, ഭഗവാൻ മാത്രമാണെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആരും കൂടെ ഉണ്ട്? വേറൊരു ശക്തി കൂടെ ഉണ്ട്. അതാരാണ്? ഹൃദേർത്ഥം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാത്തമാം. ഹൃദേ അർത്ഥം യത് പ്രദീയേത. അർത്ഥം പദാർത്ഥങ്ങൾ, ഇത് പ്രതീയേത. ഏതൊക്കെ പദാർത്ഥങ്ങൾ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നുവോ? ഇപ്പൊ ശരീരമുണ്ടല്ലോ, നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഉണ്ട്. മനസ്സുണ്ട് തോന്നില്ലേ? ഇത് പ്രതീയേത. ആത്മനി ന പ്രതീയേത. പറയണോ? അത് ഉണ്ടെന്ന് തോന്നുമ്പോ ആത്മനി ന. ഏതുണ്ടെന്ന് തോന്നുന്നില്ല? ആത്മാവുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് തോന്നുന്നത് ചൈതന്യമുള്ളൊരു ശരീരവും ചൈതന്യമുള്ളൊരു മനസ്സും അതെനിക്കുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏതിനെ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. കൂടെ വന്നില്ലേ നിങ്ങൾ? ചൈതന്യമുള്ളൊരു ശരീരം എനിക്കുണ്ട്, ചൈതന്യമുള്ളൊരു മനസ്സെനിക്കുണ്ട്, പക്ഷെ ഇതിൽ നിന്ന് വിട്ടിട്ടൊരു ചൈതന്യമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അതിനെന്താ കാരണം? തത് വിദ്യാൽ, അതറിഞ്ഞാലും ആത്മനോ മായാം. ഇതിൻ്റെ പേരാണ് മായ എന്നറിയുന്നത്. ഓഹോ, അപ്പൊ ഈ മായയുടെ പ്രക്രിയ എന്താ ചെയ്യുന്നത്? വേർതിരിച്ചറിയാൻ നമ്മളെ അനുവദിക്കാത്ത ശക്തിയുടെ പേരാണ് മായ. അതുകൊണ്ട് മായയെ ഇവിടെ വിളിക്കുന്നത്
അവിവേകം എന്നാണ്. അവിവേകം എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് മനസ്സിലാക്കാതെ ജീവിക്കുന്ന ജീവിതത്തിന്റെ പേരാണ് അവിവേകം. അപ്പൊ വിവേകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? വിവേകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ വേർതിരിച്ച് മനസ്സിലാക്കുക. എന്താ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്? വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് ശരീരം ഉണർത്തുന്നത് മനസ്സാണ്, ശരീരത്തിന്റെ ആശ്രയം മനസ്സാണ്, മനസ്സ് ഉണരുന്നത് ഭഗവാനുള്ളത് കൊണ്ടാണെങ്കിൽ മനസ്സിന്റെ ആശ്രയം ഭഗവാനാണ്. ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇതിന് വിവേകം എന്ന് പറയും. ആരാണോ വേർതിരിച്ച് മനസ്സിലാക്കാത്തത് അവരൊക്കെ ജീവിക്കുന്നത് അവിവേകത്തിലാണ്. അവിവേകത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് തോന്നുന്നു യത് ആഭാസോ യത് തമഹ യഥാ തമഹ. ഇതുപോലെ നല്ലൊരു ഉദാഹരണം പറയുകയാണ്. നാം വെളിച്ചത്തിലേക്ക് നോക്കാതെ ഇരിക്കുമ്പോൾ നാം ഇരുട്ട് കാണും, വെളിച്ചത്തിൽ നിന്ന് മാറിയാൽ ഇരുട്ട് കാണും. അതുപോലെ തന്നെ നമ്മൾ ആഭാസം, ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാം നമ്മളെ കാണില്ല, ആരെ കാണും? കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം കാണും, നമ്മളെ കാണില്ല. നമ്മൾ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തെ കാണുന്നു. അതുപോലെ നമ്മൾ വെളിച്ചമില്ലാത്തടത്ത് ഇരിക്കുമ്പോൾ ഇരുട്ട് കാണുന്നു. എന്നാൽ എപ്പോ നമ്മൾ വെളിച്ചത്തിലേക്ക് വന്നോ ആരില്ല, ഇരുട്ടില്ല. എപ്പോ നമ്മൾ കണ്ണാടി മാറ്റുന്നോ പിന്നെ പ്രതിബിംബമില്ല, നാം നമ്മളിലേക്ക് വന്നു. ഇതുപോലെ നമ്മൾ വിവേകത്തോടു കൂടിയിട്ട് നമ്മളിലേക്ക് തന്നെ ഇറങ്ങി തിരിച്ചുകൊണ്ട് അല്പനേരം നമ്മൾ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും നിലനിർത്തുന്നത് ആരാണ് എന്നെല്ലാം നമ്മൾ ഭാവന ചെയ്തുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, നിലനിർത്തുന്നതും ഭഗവാൻ തന്നെയാണ്. ഇനി വാസ്തവത്തിൽ നമുക്ക് ആശ്രയം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇവിടെ മായ എന്ന് പറഞ്ഞാൽ അർത്ഥം, മായ എന്ന് പറഞ്ഞാൽ അർത്ഥം അവിവേകമാണ്. എന്താ അവിവേകം ചെയ്യുന്നത്? വേർതിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ നിങ്ങൾ മാനസികമായി ദുർബലരാണോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിന് ശക്തി കിട്ടാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മളിൽ തന്നെയുള്ള ഭഗവാനെ ആശ്രയിക്കാതെ പുറമേയുള്ള വസ്തുക്കളെയും വ്യക്തികളെയും ആശ്രയിക്കാൻ തുടങ്ങണം. നമ്മൾ അറിയുന്നില്ല, ഒരാളെ ആശ്രയിക്കുമ്പോഴും, ഉദാഹരണത്തിന് ഒരു ഭാര്യ ഭർത്താവിനെ ആശ്രയിക്കുമ്പോഴും ആ ഭാര്യ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്നത് എന്നെ സംരക്ഷിക്കാനുള്ള കഴിവ് ഭർത്താവിനുണ്ട് എന്നാണ്. അതുപോലെ ഭർത്താവ് ചിന്തിക്കുന്നത് എൻ്റെ കാര്യം നോക്കാനുള്ള കഴിവ് ഭാര്യയ്ക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷെ രണ്ടുപേരും അവിവേകം കൊണ്ട് ചിന്തിക്കുന്നില്ല. ഭർത്താവിനെ ഭർത്താവാക്കി നിലനിർത്തുന്നതും ഭാര്യയെ ഭാര്യയാക്കി നിലനിർത്തുന്നതും രണ്ടും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. എപ്പോ ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും ആ ചൈതന്യം പോകുന്നുവോ പിന്നെ നമ്മൾ ഭർത്താവിനെ ഒരു ശക്തി തരുന്ന, ഒരു ധൈര്യം തരുന്ന ഒരാളായിട്ടല്ല കാണുന്നത്, നേരെ വിപരീതമായിട്ടാണ് കാണുന്നത്. പിന്നെ നമുക്ക് ആ വ്യക്തി ഭയം തരുന്ന വ്യക്തിയാണ്. ശങ്കരാചാര്യസ്വാമികൾ പറയും വളരെ മനോഹരമായിട്ട്, യാവൽ പവനോ നിവസതി ദേഹേ താവൽ പൃച്ഛതി കുശലം ഗേ ഗതവതി വായോ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നു. കല്യാണം കഴിച്ചിട്ട് അധിക ദിവസമായില്ല. അങ്ങനെ വർത്തമാനം പറയുന്ന സമയത്ത് പെട്ടെന്ന് ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞുപോയി. അതുവരെ ഭർത്താവിൻ്റെ അടുത്ത് സുഖവും സന്തോഷവും ധൈര്യവും കണ്ടെത്തിയ ഭാര്യ അതേ ഭർത്താവിൻ്റെ ശരീരത്തിലിരുന്ന് ബിഭ്യതി ഭയക്കാൻ തുടങ്ങി. പിന്നെ ആ ഭാര്യ കരഞ്ഞുകൊണ്ട് മറ്റുള്ളവർ വിളിക്കുകയാണ്, വരൂ വരൂ എന്ന്. ആ ഭർത്താവിൻ്റെ കൂടെ ഒറ്റയ്ക്ക് അവർക്ക് ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? ശരീരമായിരുന്നു ഭർത്താവെങ്കിൽ അപ്പോഴും ശരീരമില്ലേ? എന്തുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല? നേരത്തെ ചൈതന്യമുള്ളൊരു ശരീരമായിരുന്നു, ഇപ്പോൾ ആ ശരീരത്തിൽ ചൈതന്യമില്ല. അപ്പം ശരിക്കും നമ്മൾ ഭർത്താവായിട്ട് ആരെയായിരുന്നു കാണേണ്ടത്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തെ ആയിരുന്നു കാണേണ്ടതെങ്കിൽ, അതിനെ ആശ്രയിക്കാനാണ് നമ്മൾ പരിശീലിച്ചതെങ്കിൽ നമ്മൾ മറ്റൊരാളിൽ നമ്മുടെ മനസ്സിനെ കുരുക്കിയിടുമോ? നമ്മുടെ മനസ്സിനെ നമ്മൾ തളരാൻ അനുവദിക്കുമോ? ഇതൊക്കെ നമ്മൾ വിവേകത്തോടുകൂടി അറിയണമെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ മനസ്സ് ദുർബലമായിട്ടിരിക്കാൻ കാരണം എൻ്റെ മനസ്സ് ആരെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ല?
ആരെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ എവിടെ നിന്നാണ് വന്നത്, എന്നെ ആരാണ് നിലനിർത്തുന്നത്, എനിക്ക് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയുള്ള മനസ്സിനെയാണ്, അത് മനസ്സിലാക്കാത്ത മനസ്സിനെയാണ് അവിവേകമുള്ള മനസ്സ്. അതുകൊണ്ട് മായയ്ക്ക് 2 തരം അർത്ഥങ്ങളുണ്ട്. ഒന്ന് പറയും അവിവേകമുള്ള മായ എന്ന് പറയും, രണ്ടാമത്തത് പറയും വിവേകമുള്ള മായ. ഒന്ന് ജീവാത്മാവാണ്, രണ്ടാമത്തത് പരമാത്മാവാണ്. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കാം നമുക്ക്. ആരാണ് ജീവാത്മാവ്, ആരാണ് പരമാത്മാവ്? നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്, ഏതൊരു വ്യക്തിയാണോ മനസ്സിൻ്റെ തലത്തിൽ ജീവിക്കുന്നത് അവരാണ് ജീവാത്മാക്കൾ. ഏതൊരു വ്യക്തിയാണോ വിവേകത്തിൻ്റെ തലത്തിൽ ജീവിക്കുന്നത് അവരാണ് പരമാത്മാക്കൾ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മനസ്സിൻ്റെ തലത്തിൽ ജീവിക്കുക, അതുപോലെ തന്നെ വിവേകത്തിൻ്റെ തലത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, എപ്പോഴൊക്കെ നമ്മൾ ഇമോഷണലി നമ്മൾ വീക്കാണോ അപ്പോഴൊക്കെ നമ്മൾ ജീവാത്മാക്കളാണ്. എപ്പോഴൊക്കെ നമ്മൾ വിവേകം കൊണ്ട് ബാലൻസ്ഡ് ആണോ അപ്പോഴൊക്കെ നമ്മൾ പരമാത്മാക്കളാണ്. ഒരേ ശരീരത്തിൽ തന്നെയാണ് ആരിയ്ക്കുന്നത്? ജീവാത്മാവും ഇരിക്കുന്നത്, പരമാത്മാവും. ദ്വാസുപർണ സയുജാ സഗായ സമാനം വൃക്ഷേ പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സ്വാദുവത്തി അനശ്ചൻ അന്യ അഭിഷാകശീതി. ഈ കഥ വളരെ മനോഹരമായി ഉപനിഷത്തിൽ പറയും, ഭഗവാൻ ഏകാദശ സ്കന്ധത്തിലും പറയും. ഒരേ വൃക്ഷത്തിലെ 2 പക്ഷികൾ, ആ പക്ഷികളാണ് ഒന്ന് ജീവാത്മാവും ഒന്ന് പരമാത്മാവും. ജീവാത്മാവിരുന്ന് ദുഃഖിക്കുന്നു, പരാതി പറയുന്നു, വിഷമങ്ങൾ കാണിക്കുന്നു, ആകെ താഴോട്ട് പോകുന്നു. എന്നാൽ പരമാത്മാവാണെങ്കിലോ എന്ത് അനുഭവങ്ങൾ വരുമ്പോഴും അഭിജാകശീകി, ശാന്തനായിട്ടിരിക്കുന്നു, ഒരു പ്രശ്നങ്ങളും ഇല്ല, വെൽ ബാലൻസ്ഡ് ആണ്. ആര്? പരമാത്മാവ്. എന്നാൽ ഡിസ്റ്റർബ്ഡ് ആവുന്നത് ആർക്കാണ്? ജീവാത്മാവാണ്. അപ്പം നമ്മൾ തിരിച്ചറിയണം, എപ്പോഴൊക്കെ നമ്മൾ മനസ്സിൻ്റെ തലത്തിലിരിക്കുന്നോ, മനസ്സിൻ്റെ തലത്തിലിരുന്ന് ജീവിക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ നമ്മൾ അവിവേകം പിടികൂടി പറയാണ്. എപ്പോഴൊക്കെ നമ്മൾ ബുദ്ധിയുടെ തലത്തിലിരിക്കുന്നോ അപ്പം നമ്മളൊക്കെ പരമാത്മാവിൻ്റെ തലത്തിലിരിക്കണം. അപ്പം നമ്മളെയൊക്കെ ജീവാത്മാവാക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിന്, നമ്മളെയൊക്കെ പരമാത്മാവാക്കാനും സാധിക്കും നമ്മുടെ മനസ്സിന്. ഈ 2 കഴിവുകളും നമുക്ക് തന്നിട്ടാണ് നമ്മളിങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. താഴണമെങ്കിൽ താഴാം, ഉയരണമെങ്കിൽ ഉയരാം. നോക്കൂ, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തന്നതുകൊണ്ടുണ്ടല്ലോ നമുക്ക് വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു ഗൈഡ് ഇല്ലെങ്കിൽ, ഒരു ഗുരു ഇല്ലെങ്കിൽ നമ്മളെ ഉയർത്താൻ നമുക്ക് സാധ്യമല്ല എന്ന് പറയണം. ഒരു അർജുനൻ ഉയരാൻ കാരണം ഒരു കൃഷ്ണനെ കിട്ടിയത് കൊണ്ടാണ്. ഒരു ഉദ്ധവർ ഉയരാൻ കാരണം ഒരു ഗുരുവിനെ കിട്ടിയത് കൊണ്ടാണ്. അതുപോലെ നമ്മുടെ ഭാരതത്തിലുള്ള അനവധി ആചാര്യന്മാർ, ഒരു രത്നാകരൻ്റെ കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സപ്തർഷികളാകുന്ന ഗുരുവിനെ കിട്ടിയിട്ടില്ലേ എന്നെങ്കിൽ അയാൾക്ക് ഒരിക്കലും അയാളെ ഉയർത്താൻ സാധിക്കുമായിരുന്നില്ല. ഇന്നിതാ നമ്മുടെയൊക്കെ മുന്നിൽ ഭാഗവതം തന്നെ ഒരു ഗുരുവായിട്ട് വന്നിരിക്കുന്നു. പക്ഷെ നോക്കൂ, എത്ര പേർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? ബഹുഭൂരിപക്ഷം ആളുകളും അപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുന്നതാണ്. മനസ്സിലായില്ല? ഇതൊക്കെ എന്നിട്ടും ആളുകൾ മനസ്സിലാക്കുന്നില്ല. ശിവന് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ആന രക്ഷിക്കുകയായിരുന്നില്ലേ? നോക്കൂ നിങ്ങൾ, എന്താ ആളുകൾ ഇത് മനസ്സിലാക്കാതെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ആളുകൾ അങ്ങനെ അന്ധവിശ്വാസത്തിൽ പോവുകയാണ് അമ്പലത്തിലേക്ക്. ഇതൊക്കെ ദൈവം നോക്കത്രേ, ദൈവത്തിന് വേറെ പണിയൊന്നുമില്ലിരിക്കും, ഇയാളുടെ കാര്യം നോക്കലായിരിക്കും പണി. നോക്കൂ, എത്ര ഗംഭീരമായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ പറയണോ, ദൈവം നോക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, ദൈവം അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ വിവേകത്തിൻ്റെ വഴി കാണിച്ചുകൊണ്ട് നയിക്കുന്ന ആളെയാണ് ഭഗവാൻ എന്ന് പറയുന്നതെങ്കിൽ, എപ്പോഴാണ് നമ്മളെ വഴി കാണിക്കാത്തത് ഭഗവാൻ? എപ്പോഴാണ് നമുക്ക് വഴി കാട്ടിത്തരാത്തത്? നമ്മൾ തോന്നിവാസം ചെയ്തിട്ട് ഭഗവാന്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ താഴ്ത്താനും പറ്റും, നമുക്ക് നമ്മളെ ഉയർത്താനും പറ്റും. ചോയ്സ് നമ്മുടെയാണ്. വേണമെങ്കിൽ ഉയർത്താം, അല്ലെങ്കിൽ താഴ്ത്താം. അതുകൊണ്ട് ഹൃദയർത്ഥം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാഭാസോ യഥാത്തമാം. പലരും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താറില്ല. അല്ല സ്വാമി, നിങ്ങൾ പറയണു നമുക്ക് കഴിവുണ്ട് എന്ന്. നോക്കൂ, നമുക്കങ്ങനെ കഴിവുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ കഴിയേണ്ടതല്ലേ? പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നില്ലേ? അപ്പം നമ്മളെക്കാളും കഴിവ് ഈശ്വരനായതുകൊണ്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സിന് ധൈര്യം കിട്ടില്ലേ? ഒരു അമ്പലത്തിൽ പോയാൽ ധൈര്യം കിട്ടില്ലേ? ശരി, സമ്മതിച്ചു. അപ്പോഴും എന്താ അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഒരു വിഷമത്തോടുകൂടി നിങ്ങൾ പോകുന്നു, ഒരാഗ്രഹത്തോടുകൂടി നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ കുറച്ചു നേരം ഭഗവാനിലേക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മറന്നു.
നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആരിലേക്ക് വന്നു? ഭഗവാനിലേക്ക്. അപ്പം നിങ്ങളുടെ ദുഃഖം പോയി. എപ്പോൾ നിങ്ങളുടെ ദൗർബല്യത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നുവോ അപ്പം നിങ്ങളുടെ വിഷമങ്ങളും എല്ലാം മാറി. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നു, സാധിക്കുന്നുള്ളത്.